നമസ്കാരം. ഹിൽടോപ്പ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു സീരീസ് തുടങ്ങും കേട്ടോ. അപ്പം ഒരുപാട് പേരൊന്നുമില്ല, എന്നാലും കുറച്ച് പേരെങ്കിലും നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചെങ്കിലും പറഞ്ഞൊരു ഇതാണ് ചക്ക കൊണ്ടുള്ള ഐറ്റംസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അതായത് ലോകത്ത് തന്നെ വീഗൻ ഫുഡ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ കേൾക്കാത്ത ആളുകൾക്കായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാത്ത, അതേപോലെ തന്നെ അനിമൽ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെയാണ് വീഗൻ ഫുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം പാലോ മുട്ടയോ ഒന്നും ആഡ് ചെയ്യാതെ, അതായത് നമ്മൾ വേറെ ഇതേപോലെ വിഷങ്ങളോ അല്ലെങ്കിൽ ഒന്നും അടിച്ചുണ്ടാക്കാത്ത പ്യുവർ നാച്ചുറൽ ആയിട്ടുണ്ടാക്കുന്ന ഐറ്റംസ് കൊണ്ടുണ്ടാക്കുന്ന ഫുഡിനെയാണ് വീഗൻ ഫുഡ്സ് എന്ന് പറയുന്നത്. ആ വീഗൻ ഫുഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും, അതേപോലെ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് ചക്ക. അപ്പോൾ ചക്ക കൊണ്ടുള്ള ഐറ്റംസിൻ്റെ ഒരു സീരീസാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക അടയാണ്. എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ കാണുന്ന ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും, അത്യാവശ്യം കുക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവർക്ക് വരെ ചെയ്യാൻ പറ്റണം. അതുപോലെ ലളിതമായതും നമ്മുടെ വീട്ടിൽ ഉള്ളതുമായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ചക്കയുടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ മനോഹരമായിട്ടുള്ള വീഡിയോകളായിട്ട് നമ്മൾ ഓരോ ദിവസവും രാത്രി 8 മണിക്ക് വരുന്നതായിരിക്കും. ഈ വാഴയിൽ കുറേ നേരമല്ലോ, നമുക്ക് വാഴയിൽ എന്തായാലും ആവശ്യമുണ്ട്. ഈ സാധനം വെട്ടി തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ചക്കച്ചോളയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുരു മാറ്റിയിട്ടില്ല കേട്ടോ. കുരു ഇപ്പം നമുക്ക് നൈസായിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ കുരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഗുണമായിട്ടുള്ള സാധനമാണ്. ഇതും കൊണ്ട് നമുക്ക് അടുത്ത ദിവസം ഒരു അടിപൊളി ഐറ്റം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കുരു ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കൂഴച്ചക്കയും വരിക്കച്ചക്കയാണുള്ളത്. എല്ലാ നാട്ടിലും ഇത് തന്നെയാണ് പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന വരിക്കച്ചക്കയാണ്. കൂഴച്ചക്കയാണെങ്കിൽ ഇത്രയും പാടൊന്നുമില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിത് ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ അരിഞ്ഞെടുക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട. വരിക്കച്ചക്ക ആകുമ്പോൾ ഇപ്പം നല്ല കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ അത് നല്ല പഴുത്തതല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ബോയിൽ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നൈസായിട്ട് ആവിയിലൊന്ന് വേവിച്ച് എടുത്തിട്ട് വേണം നമുക്ക് ഈ മാവിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് മിക്സ് ആവില്ല. അല്ലെങ്കിൽ നല്ല പഴുത്ത എടുക്കണം. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമ്മൾ ഈ മാവിലേക്ക് ആഡ് ചെയ്യണം. ഞാനിവിടെ ഇതിപ്പം ബോയിൽ ചെയ്യുന്നോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല, വേവിക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം കുരു കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചക്കച്ചോളകൾ ഫുള്ള് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുരു കളയിലൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ, കാരണം ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുരു കളഞ്ഞെടുക്കാനുണ്ട്. ഇതിൽ ചെയ്യുമ്പോൾ ഏറ്റവും ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്തെടുത്താലേ നമുക്കിനി ഇത് മാവിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ മിക്സ് ആവുള്ളൂ നന്നായിട്ട്. ഇത്രയും പഴുത്തായതുകൊണ്ട് ഇത് സീനില്ല. അല്ലെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഒന്ന് ആവിയിലൊന്ന് വേവിച്ച് നൈസായിട്ട് എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിൽ മിക്സ് ആയിക്കോളും. അപ്പോൾ ഏകദേശം ഇതെല്ലാം നല്ല ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കറക്റ്റ് അളവൊന്നും അല്ല കേട്ടോ, ഞാനൊരു ഏകദേശമായിട്ടാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു 1 കിലോ ഗോതമ്പ് മാവാണ്. അപ്പോൾ അതിലേക്ക് ഗോതമ്പ് മാവിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധാരണ കടയിൽ നിന്ന് മേടിച്ച ആട്ടയല്ല കേട്ടോ ഇത് നമ്മളിവിടെ തന്നെ ഗോതമ്പ് കഴുകി ഉണക്കി പൊടിച്ചെടുത്ത സാധനമാണ്. മാക്സിമം അങ്ങനത്തെ ഐറ്റംസാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മസാലകളാണെങ്കിലും എല്ലാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. ഇപ്പം അങ്ങനെയാണ് നമ്മൾ മാക്സിമം എല്ലാ ഐറ്റംസും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറുതാക്കി ഇതാക്കിയിട്ട് ഈ ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഇപ്പോൾ ഒഴിക്കണമെന്ന് അറിയത്തില്ല, കാരണം ഇത് മിക്സ് ചെയ്ത് നോക്കി വെള്ളം ആവശ്യമില്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ചക്കയിൽ തന്നെ ഇതൊരു മാവ് കുഴച്ചെടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് മതിയല്ലോ, വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഇതിനി കുഴച്ചെടുക്കാം. ചക്കയൊക്കെ നന്നായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ഞാൻ പൊടിച്ചെടുത്താണ്, ഏലക്കാപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ ജീരകം, അതായത് നമ്മുടെ സാധാ ജീരകം പൊടിച്ചെടുത്താണ്, അത് കുറച്ച് അത്രയ്ക്ക് പൊടിയൊന്നുമില്ല, ജസ്റ്റ് അരകല്ലെ വെച്ച് അരച്ചെടുത്തുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം.
മിക്സിൻ്റെ ഇടയ്ക്ക് കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. എന്നിട്ടാണ് ഇതുകൊണ്ട് ഇത് മിക്കവാറും കുഴഞ്ഞ് കിട്ടുമായിരിക്കും. അങ്ങനെ സീനില്ല. ഇതിൻ്റെ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ ഇത് ആഡ് ചെയ്യുമ്പോൾ എല്ലാ സാധനവും എല്ലായിടത്തും എത്തണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മധുരം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കുറച്ച് പഞ്ചസാര എന്ന് പറഞ്ഞൊരു 200 ഗ്രാം മതിയായിരിക്കും, അധികമൊന്നും വേണ്ട. അത് 1 കിലോയ്ക്കാണ് ഞാൻ 200 പറഞ്ഞത് കേട്ടോ. 200 ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചക്കയ്ക്ക് നല്ല മധുരമുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ പഞ്ചസാര ഇതിൽ അലിഞ്ഞ് ചേരണം, അതുവരെ നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം എല്ലാം ആഡ് ചെയ്ത് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറൊക്കെ അത്യാവശ്യം മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണം നമുക്ക് തേങ്ങ ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ തേങ്ങ ആദ്യമേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഭയങ്കര കൂടുതലായിരിക്കും. തേങ്ങയ്ക്കകത്ത് നിറച്ചും വെള്ളമുണ്ട്, അപ്പം ഇത് ഭയങ്കര ലൂസായി പോകും. അതെന്ന് പറഞ്ഞാൽ തേങ്ങ ജസ്റ്റ് ആ തേങ്ങാപ്പേര് നമുക്ക് ഇതിൽ കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി ഇത് ലാസ്റ്റ് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. അതാണ് തേങ്ങ ലാസ്റ്റത്തേക്ക് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് മാക്സിമം ശ്രദ്ധിക്കുക, തേങ്ങ ലാസ്റ്റ് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഡോ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം നമുക്കിനി നൈസായിട്ട് ഇല കട്ട് ചെയ്ത് ഇലയിലേക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഇലയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലയൊക്കെ നൈസായിട്ട് ഉടച്ച് ഇതിലേക്ക് കുറേശ്ശെ എടുക്കുക. ഏകദേശം ഇങ്ങനെ ഒരു ബൗൾ പിടിക്കുക, അത് ഇവിടെ വയ്ക്കുക, നൈസായിട്ട് ഇതിലേക്ക് പരത്തി കൊടുക്കുക. എല്ലായിടത്തും സൈഡിലും എത്തുന്നില്ല, ഒരേ കനത്തിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സിമ്പിളായിട്ട് പരത്തി കൊടുക്കുക. സൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്നിട്ട് ഇത് നൈസായിട്ട് മടക്കുക, അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോഴും അവരെല്ലായിടത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ഇതാണ് സാധനം. ഈ ഇലയിൽ പരത്തി കൊടുക്കുമ്പോൾ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലയുടെ ഈ സൈഡിൽ തന്നെ, അതായത് ആ ഗ്ലേസിങ് ഉള്ള സൈഡിൽ തന്നെ ഇത് പരത്തി കൊടുക്കാൻ ശ്രമിക്കുക. അതെന്ന് പറഞ്ഞാൽ ഒരു വിട്ട് വരാൻ എളുപ്പമായിരിക്കും. അതുപോലെ നമുക്കിത് ക്ലീൻ ചെയ്ത് എടുക്കാനും എളുപ്പമായിരിക്കും. പുറം സൈഡിലൊരു വൈറ്റിഷ് പാർട്ടാണ് പുറം. അപ്പോൾ അകം സൈഡ് വരുന്നതിലൊരു വെള്ള ഒരു പൊടി പോലത്തെ ഒരു ഇതുണ്ട്, അതിൽ പിന്നെ നമുക്ക് കഴുകിയൊക്കെ ഇടണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇലയിൽ നിന്ന് വിട്ട് വരാനും വളരെ എളുപ്പമായിരിക്കും. അതൊരു ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക, എന്നിട്ട് ഇത് ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ എല്ലായിടത്തും ഏകദേശം ഒരുപോലെ ആവും. അപ്പോൾ നമ്മളെല്ലാം ഇലയിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് ഇവിടുത്തെ ഇഡ്ഡലി പാത്രമൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്കിനി ഇത് അടുക്കി കൊടുക്കാം. നൈസായിട്ട് വെള്ളമൊക്കെ നിറച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ഈ സാധനം ഇങ്ങനെ അടുക്കി കൊടുക്കാം. ഇതിലിങ്ങനെ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതിൽ കിടത്തിയിടുകയാണെങ്കിൽ ആ ഹോളൊക്കെ അടഞ്ഞിട്ട് മുകളിലേക്ക് ആവി വരാനുള്ള ഇത് കുറവാണ്. ഹോളൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് ആവി വരാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഇങ്ങനെ കുത്തി നിർത്തുകയാണെങ്കിൽ ആവി എല്ലായിടത്തും വരികയും ചെയ്യും, പെട്ടെന്ന് നമുക്ക് സാധനം ആവുകയും ചെയ്യും. ഞാനെപ്പോഴും ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം ഇഡ്ഡലി ചെമ്പിൽ ഇതേപോലെ അടയോ ഇങ്ങനെ ഓരോന്നൊക്കെ വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ അടുക്കി കൊടുക്കുക. അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്, പെട്ടെന്ന് സാധനം ആവുകയും ചെയ്യും. അതിൻ്റെ ഏക റീസൺ എന്ന് പറഞ്ഞാൽ ആ ഹോൾ അടയുന്നില്ല, കറക്റ്റായിട്ട് മുകളിലേക്ക് വരും. എന്നിട്ട് അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പം ആവുകയും ചെയ്യും. അപ്പം നമ്മൾ എല്ലാ ഐറ്റംസും ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് ഇത് അടച്ചു കൊടുക്കുക. അതിലിരുന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റ് മതി കേട്ടോ നമ്മുടെ സാധനം ആവാൻ വേണ്ടി. അപ്പം ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ബാ, സാധനം എല്ലാം വെന്തിട്ടുണ്ട്.
ആവിയൊക്കെ കയറി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ഈ വാഴയിലൊക്കെ വാടിയതിൻ്റെയും. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ വേവുകയും ചെയ്യും, ആവിയൊക്കെ നന്നായിട്ട് കയറുകയും ചെയ്യും. ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സ്വാദിഷ്ടമായ ചക്കയുടെ തയ്യാറാവും. ചൂട് നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ചക്കയുടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തണുക്കണം. തണുത്തിട്ട് വേണം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാൻ. അല്ലാതെ ഇതെടുത്ത് കൈ നന്നായിട്ട് പൊള്ളും. നല്ല ചൂടാണ് സാധനം. ഇതിൻ്റെ മണം തന്നെ കേട്ടാൽ മതി. എന്നാ രസമെന്നറിയോ, അടിപൊളി സ്മെല്ലാണ്. നല്ല ടേസ്റ്റും ആയിരിക്കും സാധനം. നമ്മളിപ്പോൾ ഇത് ചെറിയ പീസായി കട്ട് ചെയ്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് നൈസായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. കാരണം ഒരുപാട് ടൈം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉറുമ്പ് വന്നു തുടങ്ങി. നമുക്കിത് നമ്മുടെ പ്ലേറ്റിലേക്ക് നൈസായിട്ട് അറേഞ്ച് ചെയ്താണ്. അപ്പം നമുക്ക് ഇതിനി കഴിച്ചു നോക്കാം. ഈ ഇല നൈസായിട്ട് മാറ്റി കഴിച്ചു നോക്കാം. എല്ലാത്തിനും ഒരേ കമൻറ്റാണ് നമ്മൾ പറയുന്നത്. അടിപൊളി സാധനം, സൂപ്പറാണ്, നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ആ ചക്കയുടെ ഫ്ലേവറും വേറെ എന്താ പറയുക, മധുരം എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചക്കയുടെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ എനിക്ക് കോമൻ്റായിട്ട് അയക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു, വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്താൽ നിങ്ങളെ ഒരാളും കുറ്റം പറയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ വേണമെങ്കിലും ഒരു മടിയും കൂടാണ്ട് നിങ്ങൾക്ക് കമൻറ്റ് അയച്ചാൽ മാത്രമേ എനിക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പോരായ്മകളാണെങ്കിലും നല്ലതാണെങ്കിലും ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കമൻറ്റിലൂടെ മാത്രമേ നിങ്ങൾക്കത് അറിയിക്കാൻ പറ്റുള്ളൂ. അതിലൂടെ മാത്രമേ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അയയ്ക്കുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.